കഴിഞ്ഞ ദിവസം തൃശ്ശൂർ MLA പി ബാലചന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഭയങ്കര വിവാദമായിരുന്നു. അതുകൊണ്ട് ഇട്ട ഉടനെ കുറച്ച് നേരങ്ങൾക്കുള്ളിൽ തന്നെ അത് ഡിലീറ്റ് ആക്കേണ്ടിയൊക്കെ വന്നു. രാമലക്ഷ്മണന്മാരെയും സീതയൊക്കെ അവഹേളിച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. അത് കേൾക്കാൻ അത്ര രസമുള്ള കാര്യമൊന്നുമല്ല. ഭയങ്കര മോശമായിട്ടായിരുന്നു എഴുതിയത്. അവർ തമ്മിലുള്ളത് രാമനും ലക്ഷ്മണനും സീതയൊക്കെ തമ്മിലുള്ള സംസാരത്തെക്കുറിച്ച് വളരെ മോശമായിട്ടും ഇവരെല്ലാം ഇറച്ചി പൊറോട്ടയൊക്കെ കഴിക്കുന്നവരാണ്, അങ്ങനെയൊക്കെ മീനിങ് വരുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് ഡിലീറ്റ് ആക്കേണ്ടി വന്നത്. ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്താണെങ്കിലും അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ആദ്യം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പെട്ടെന്ന് കണ്ടപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇതിനൊരു എക്സ്പ്ലനേഷൻ പോലെ ഈ MLA വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടു. നേരത്തെ ഞാനൊരു പഴയ കഥ പറഞ്ഞിരുന്നു, അതാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പം അത് കണ്ടപ്പോൾ മനസ്സിലായി ആദ്യത്തെ പോസ്റ്റ് ഇട്ടതും ഇദ്ദേഹം തന്നെയാണെന്ന്. എന്തായാലും ഈ പോസ്റ്റിനെതിരെ നല്ല പ്രതിഷേധമുണ്ട്. ഈ ശ്രീരാമനെയും ഹിന്ദു സമൂഹത്തെയൊക്കെ അവഹേളിക്കുകയാണ് ചെയ്തതെന്നൊക്കെയാണ് BJP പ്രവർത്തകർ പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്ത MLAക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് അവരുടെ ആവശ്യവും. അപ്പൊ ഇതിനെതിരെ CPIയുടെ ഒരു നിലപാടെന്താ? ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ പി ബാലചന്ദ്രൻ MLA തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് CPI. ഈ അഭിപ്രായം ശരിയല്ലെന്നും ഇത് പാർട്ടിയുടെ നിലപാടല്ലെന്നുമാണ് CPIയുടെ പ്രതികരണം. ഈ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ നിരീശ്വരവാദികളാണല്ലോ. നിരീശ്വരവാദം എന്ന് പറയുന്നതും ഒരുതരം വിശ്വാസമാണ്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതാണല്ലോ നിരീശ്വരവാദം. പക്ഷേ അവരങ്ങനെയാണെന്ന് വിചാരിച്ച് മറ്റു മതങ്ങളെ അവഹേളിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. മറ്റ് മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ MLAക്ക് ഇതുപോലൊരു പോസ്റ്റ് ഇടാൻ തോന്നിയത്. ഈ വിശ്വാസം കൂടിപ്പോയാലും അത് വലിയൊരു പ്രശ്നമാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ദിവസം ഡൽഹി സ്വദേശികളായ മാതാപിതാക്കൾ തൻ്റെ മകന് രക്താർബുദം കാരണം ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞതോടെ ഗംഗയിൽ കൊണ്ടുപോയി മുക്കിയാൽ അസുഖം ഭേദമാകും എന്ന് പറഞ്ഞൊരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇവരങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ 5 വയസ്സുകാരനായ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ ഗംഗയിൽ മുക്കിയ കുട്ടി മരിച്ചതറിഞ്ഞിട്ടും ഈ കുട്ടി ജീവനോടെ വരും എന്ന് പറയുന്ന വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയെ ഗംഗയിൽ മുക്കുമ്പോൾ മാതാപിതാക്കൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. ഈ അവശനായ കുട്ടിയെ പലതവണ വെള്ളത്തിൽ മുക്കുന്നത് കണ്ടിട്ട് സമീപത്തുണ്ടായിരുന്നവർ ചോദ്യം ചെയ്തപ്പം ഇവരതൊന്നും അത്ര കാര്യമൊക്കെ എടുത്തില്ല. അവസാനം വിവരം പറഞ്ഞ് പോലീസ് കുട്ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇവരുടെ അന്ധവിശ്വാസം കാരണമാണ് ഈ കുട്ടി മരിച്ചത്.